നമസ്കാരം പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ അത്യധികം സംഘർഷപൂരിതമാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ന്യൂയോർക്ക് ടൈംസിന്റെയൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. യൂറോപ്പിലെയും അമേരിക്കയിലെയും നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുവാനുള്ള ഒരു സാധ്യത ഈ ദിവസങ്ങളിൽ വളരെയധികമാണ് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട വലിയ വിശകലനങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നടക്കുന്നത്. മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. അമേരിക്കൻ ഗവൺമെന്റ് ചില തീരുമാനങ്ങളും ഈ അടുത്ത മണിക്കൂറുകൾ തന്നെ ഇസ്രായേൽ ഒരുപക്ഷെ ഇറാനെ ആക്രമിച്ചേക്കാം എന്ന സംഗതികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന വിശകലനം വരികയാണ്. പ്രത്യേകിച്ചും ഇറാഖിൽ നിന്ന് അമേരിക്കൻ പൗരന്മാരെയും നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെയും അവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു എന്നൊരു വാർത്ത പുറത്തു വരികയാണ്. ഒപ്പം തന്നെ കഴിയുമെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇറാഖ് വിട്ട് അമേരിക്കയിൽ തിരിച്ചെത്താൻ ഇറാഖിലെ അമേരിക്കൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. മാത്രമല്ല, ഇറാഖിലെ അമേരിക്കൻ കോൺസുലേറ്റുകൾ അടയ്ക്കുവാനുള്ള തീരുമാനവുമായി ഡൊണാൾഡ് ട്രംപ് സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന വാർത്തയും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്ത നിമിഷമാണത്. അതായത് ഈ കാര്യങ്ങളൊക്കെ കൂട്ടിയോജിക്കുമ്പോൾ ഇസ്രായേൽ ഒരുപക്ഷെ ഇറാനെ ഈ വരും നിമിഷങ്ങളിൽ തന്നെ ആക്രമിച്ചേക്കാനുള്ള വലിയ സാധ്യത നിലനിൽക്കുന്നതായി അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. ഒപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കഴിഞ്ഞ ദിവസങ്ങളിൽ 40 മിനിറ്റോളം ടെലിഫോൺ സംഭാഷണം നടത്തിയ വാർത്തകൾ പുറത്തു വരികയാണ്. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കരുത് എന്ന വാദഗതിയിൽ ഉറച്ചു നിന്നു എന്ന് പറയുന്നു. കാരണം ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അത് ഒരുപക്ഷെ വിജയത്തിലെത്താം എന്ന ഒരു ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു ആ വാദം തള്ളിക്കളഞ്ഞു എന്നാണ് വാർത്താ മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്തത്. അതായത് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം നെതന്യാഹു തള്ളിക്കളഞ്ഞു. അദ്ദേഹം ക്ഷുഭിതനായി എന്ന വാർത്ത ഈ മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ചേർത്ത് വയ്ക്കുകയാണ്. എന്തായാലും കൂടുതൽ സംഘർഷപൂരിതമായ ഒരു അവസ്ഥയിലേക്ക് മധ്യേഷ്യ കടന്നുപോകുന്നു എന്ന വാർത്ത ഈ അവസരത്തിൽ മാധ്യമങ്ങൾ സംരക്ഷിച്ചിരിക്കുകയാണ്. ഒപ്പം ഉക്രൈന് ഇസ്രായേൽ ആയുധങ്ങൾ നൽകിയ നടപടിയെ റഷ്യ വിമർശിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. അതൊരു പക്ഷേ ഈ മേഖലയിലേക്ക് റഷ്യയുടെ കടന്നുവരവ് കൂടി സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയായി മാറുകയാണ്. അതായത് റഷ്യ ഒരിക്കൽ കൂടി ഇറാനുമായി വ്യക്തമായി ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ പ്രതികരിച്ചേക്കാം എന്ന രീതിയിലുള്ള വാർത്തകളായി ആ സംഭവം വിശകലനം ചെയ്യപ്പെടുന്നു എന്ന യാഥാർത്ഥ്യവും ഈ നിമിഷങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നത് വലിയ പ്രാധാന്യമാണ്. മറ്റൊന്ന്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇത് ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് മാധ്യമങ്ങളെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്രായേലും ഒപ്പം ഇറാനും അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നു എന്നാണ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നു എന്നാണ്. നേരത്തെ ഇറാന്റെ ആക്രമണത്തിൽ കേടുപാട് പറ്റിയ താഡ്, അയൺ ഡോമുകൾ മുതലായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത് റീബിൽഡ് ചെയ്ത് ഇസ്രായേൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേൽ വ്യാപിപ്പിക്കുന്നു. കാരണം ഇറാൻ എന്ന് പറയുന്നത് മിസൈൽ രാജാക്കന്മാർ എന്നറിയപ്പെടുന്ന രാജ്യമാണ്. അവർ ഒരിക്കലും വിമാനമാർഗമായിട്ടുള്ള ഒരു ആക്രമണമായിരിക്കില്ല നടത്തുന്നത്, മിസൈൽ കൊണ്ടുള്ള ഒരു ആക്രമണമായിരിക്കും. കാരണം ഇറാന്റെ ഭാഗത്ത് യുദ്ധവിമാനങ്ങൾ കുറവാണ്. അവർ കൂടുതൽ മിസൈലുകളെയാണ് ആശ്രയിക്കുന്നത്. കാരണം ഈ ഉപരോധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഉള്ളതുകൊണ്ട് ഇറാന് അത്തരം വിമാനങ്ങളുടെ സ്പെയർ പാർട്സുകൾക്ക് കിട്ടാൻ പാടാണ്. അതുകൊണ്ട് അവർ മിസൈലുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് പ്രതിരോധിക്കുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്രായേൽ വ്യാപിപ്പിക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഒപ്പം തന്നെ ഇറാനും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർന്നുപോയി അവരുടെ S-300 മുതലായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റീബിൽഡ് ചെയ്യുന്നു. ഒപ്പം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വ്യാപിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ്. ഒപ്പം ഇരു രാജ്യങ്ങളും അവിടുത്തെ ഏജൻസികൾക്ക് ഏത് അടിയന്തര സാഹചര്യവും നേരിടുവാനുള്ള മുൻകരുതൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതായത് രാജ്യത്ത് ജനങ്ങൾ ഒരു പ്രത്യേക ഈ അടിയന്തര സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാൽ രാജ്യത്തെ ജനങ്ങൾക്ക് സഹായം എത്തിക്കുവാനുള്ള ഏജൻസികൾക്ക് ഏതു സാഹചര്യവും നേരിടുവാൻ തയ്യാറായിരിക്കുവാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്. ഒപ്പം ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം കൂടി ചർച്ചയിലാവുകയാണ്. കാരണം ഇറാൻ ഇസ്രായേലിന്റെ ആണവായുധ രഹസ്യങ്ങളും സൈനിക രഹസ്യങ്ങളും ഇസ്രായേലിൽ നിന്ന് ചോർത്തി എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും രേഖകളായി ടെഹ്റാനിലെത്തി എന്ന വാർത്തയും പുറത്തു വരികയാണ്. ഒരുപക്ഷെ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ കൂടുതൽ ശക്തമായി തിരിച്ചടിക്കുവാൻ ഒരുപക്ഷെ ഇറാന് ഇത് സഹായകമായേക്കാം, ഈ വിവരങ്ങൾ ശരിയാണെങ്കിൽ എന്നൊരു വാദഗതി അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുകയാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങണം. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ജയ് ഹിന്ദ്.